ബന്ധം മാത്രം മതി. അതിനപ്പുറം ഒന്നും വേണ്ട. ഇറങ്ങി പോടോ. തെറ്റുപറ്റിയത് എനിക്കാ സാറേ. ക്ഷമിക്കൂ വർമ്മ സാറേ. വികാരം കൊണ്ട് വിവേകം കൈവിട്ട സമയം ഞാൻ പഴയ കാലത്തേക്ക് തിരിച്ചുപോയി. ആ സൂര്യമംഗലത്തേക്ക്. ക്ഷമിക്കൂ വർമ്മ സാറേ. വേണോട്ടെ നിക്ക്. പ്രതാപേട്ടൻ ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു പോയതാ. ഞാൻ മാപ്പ് ചോദിക്കുന്നു. വേണോട്ടെ പോലെ. ഒപ്പിടിസ്റ്റേ. ഒപ്പിടരുത്. ഞാനാ പറയുന്നത് ഒപ്പിടാൻ. ഒപ്പിടേ. നിങ്ങൾ പറഞ്ഞത് ശരി. ഇതെല്ലാം കണ്ണിലെടുത്ത് പോവും. ഹലോ ശ്രീ, എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? ഒരു വലിയ ചതി കണ്ടുപിടിച്ചിട്ട് വരിക ഞാനാ പാറക്കണ്ട മണ്ടോദരി എന്ന സ്ത്രീയുടെ അവരുടെ വീട്ടിൽ പോയിരുന്നു. മോൾക്കേ മുഴുത്ത ഭ്രാന്താവാൻ അവരുടെ കയ്യിൽ നിന്ന് രുക്മിണി മരുന്ന് മേടിച്ചേ. ഞാനത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താവുമായിരുന്നു ചേച്ചി? ഒരു സംശയം വേണ്ട, ഊളംപാറയിലാവുമായിരുന്നു. എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതും ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള കാശ് തന്നതും ഋതിക മോളാ. ഞാനേ മോളെ വിളിച്ചൊന്ന് വിവരം പറയട്ടെ. ആ ശരി. ചേച്ചി. ആ മോളെ, ഞാനാ മന്ത്രവാദിനി സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് എന്താ ചേച്ചി? എല്ലാം നേരി പറയാം. ഞാനേ അവളെ അകത്താക്കാൻ പറ്റിയ രീതിയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ചേച്ചി വീട് വരെ ഒന്ന് വരാവോ? ഓ പിന്നെന്താ, ഞാൻ രാജുവിന്റെ വീട്ടിലേക്ക് ഉടനെ എത്തിയേക്കാം. ആ രുക്മിണി ഇന്ന് തന്നെ കൈകാര്യം ചെയ്യണം. ശരി ചേച്ചി. ശരി മോളെ. എന്ത് കണ്ടം? പാറക്കണ്ടം. പാറക്കണ്ടോ? ഉപ്പുകണ്ടം കമ്പിളിക്കണ്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാറക്കണ്ടെന്നൊക്കെ ഞാൻ ഇപ്പൊ കേൾക്കുക. അല്ല, ആ വീഡിയോടെ ദാ ഇത് മരുമകൾ അറിയാതെ അവളുടെ വയറ്റിൽ പല പ്രാവശ്യമായിട്ട് ചെല്ലണം. പിന്നെ നിങ്ങൾ അവളെ ഊളംപാറയിൽ പോയി കണ്ടാ മതി. ദുഷ്ടം, ഭയങ്കര. ഇവളെന്താ ചെയ്യാ? ഒന്നാം തരം ഒരു തെളിവല്ലേ ഇത്? ഈ തെളിവ് വെച്ച് നമുക്ക് പോലീസിൽ പരാതി കൊടുത്ത് ഇവരെ പിടിപ്പിക്കണം. അതിനു മുൻപ് ശ്രീ മറ്റൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഹരീഷിനെ വിളിച്ച് കാണിക്കണം. നടന്നത് ഇതൊക്കെയാണെന്ന് ഹരീഷിന് ബോധ്യപ്പെടുത്തണം. ഹരീഷും സത്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതെ, ഹരീഷിനെ ശ്രീയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി രുക്മിണി ചെയ്ത ചതിയാണിതെന്ന് ഹരീഷ് മനസ്സിലാക്കട്ടെ. അതോടെ ശ്രീയും ഹരീഷും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവും.
സ്വന്തം അമ്മയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിയുന്ന ഹരീഷ് ആ ഡിവോഴ്സ് പിൻവലിക്കും. എന്നാ അതിനൊരു താമസം വേണ്ട. ഈ നിമിഷം അവളുടെ വീട്ടിലേക്ക് പോവാം. ഞാനും നിങ്ങളുടെ കൂടെ വരാം. അതിന്റെ ആവശ്യമില്ല. തെളിവുകളൊക്കെ ശേഖരിച്ച് ഹരീഷിനെ ബോധ്യപ്പെടുത്തിയിട്ട് അവൻ എന്നെ രണ്ടാമത് സ്വീകരിക്കണ്ട. ശ്രീ എന്ത് മണ്ടത്തരേ പറയുന്നത്? മണ്ടത്തരം അല്ല ഋതികേ, ഇതെന്റെ തീരുമാനം. ഞാനും ഹരീഷും വളരെ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിച്ചവരാ. എന്റെ മനസ്സ് മനസ്സിലാക്കാത്ത ഒരാളെ ഞാൻ എന്തിനു തിരുത്താൻ ശ്രമിക്കണം? ശ്രീ, ഹരീഷിന് ഇതൊക്കെയാണ് നടന്നതെന്ന് ബോധ്യപ്പെടണ്ടേ? ഈ തെളിവുകളും കൊണ്ട് ഞാൻ ഇപ്പൊ ചെന്നാ ഞാൻ വ്യാജമായി കെട്ടിച്ചമച്ച തെളിവുകളാണെന്ന് ഹരീഷിന്റെ അമ്മ പറയും. ആ സ്ത്രീയുടെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ പറയില്ലെന്ന് ഋതികയ്ക്ക് ഉറപ്പുണ്ടോ? ചേച്ചിക്ക് ഉറപ്പുണ്ടോ? നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ പെറ്റമ്മയെ പോലും ഒറ്റുന്നവളാ രുക്മിണി. അവൾ അതും പറഞ്ഞെന്ന് വരും. സ്വന്തം അമ്മ ആരാണെന്നും അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്നും ഹരീഷ് സ്വയം മനസ്സിലാക്കട്ടെ. അങ്ങനെ ഹരീഷ് ഇനി എന്റെ അടുത്തേക്ക് വരട്ടെ. ഞാൻ അങ്ങോട്ട് ചെന്നാ പിന്നെ എനിക്കെന്താ വില? ശ്രീ പറയുന്നത് ഒരർത്ഥത്തിൽ ശരി തന്നെയാ. ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും അതാ ഋതിക ശരി. എന്നോട് ചെയ്തതിനൊക്കെ ദൈവം രുക്മിണിയോട് പകരം ചോദിക്കും. ഞാനായിട്ടത് ചെയ്യുന്നില്ല. മാത്രമല്ല, എന്നെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവിനെ എനിക്കിനി വേണ്ട. എന്നെ വേണ്ടെന്ന് പറഞ്ഞവന്റെ മുൻപിലേക്ക് ഞാൻ ചെന്നാ എന്റെ മാതാപിതാക്കളെ നാണം കെടുത്തല്ലേ ഞാൻ ചെയ്യുന്നത്. അത് ശരിയാ.